ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സവാളയും ഒരു തക്കാളിയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അതിനായിട്ട് ഒരു സവാളയും ഒരു തക്കാളിയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ സവാള ഞാൻ പൊടിയായി കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഒരു അരമുറി തേങ്ങ തിരുവിയത്, ഒരല്പം വെളുത്തുള്ളി, ചെറിയ ജീരകം, നിങ്ങൾക്ക് പെരുംജീരകം വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നീട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ ഉപയോഗിക്കാം. വാളംപുളി ആയതുകൊണ്ട് അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് ഉപയോഗിക്കുമ്പോൾ കറി മഞ്ഞ കളറിലിരിക്കും. ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് കറി ചുവപ്പ് നിറത്തിലാണ് ഉണ്ടാകുക. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം നല്ല വെണ്ണ പോലെ അരച്ച് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. പിന്നീട് വേണ്ടത് 2 വറ്റൽമുളകാണ്. അത് നടുവേ മുറിച്ചിട്ട് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ കിട്ടുകയുള്ളൂ. ഞാനിടുന്നതെല്ലാം ചെറിയ വീഡിയോകളാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. നിങ്ങളിതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കണം. ആ വറ്റൽമുളക് നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കുക. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സവാള വളരെ നല്ലതാണ്. പ്രമേഹം നിയന്ത്രിക്കുവാനും സവാളയ്ക്ക് കഴിവുണ്ട്. പാകം ചെയ്യാതെ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് സവാള. മുടി വളർത്താൻ സവാള നീര് വളരെ ഫലപ്രദമാണ്. സവാളയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ താരൻ മാറ്റാനും സഹായിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും സവാള വളരെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമ്മൾ ഓപ്ഷനിലായിട്ട് അല്പം ശർക്കര ചേർക്കുന്നുണ്ട്. ആ ശർക്കര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ ഈ കറിക്ക് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 സ്പൂൺ അരിപ്പൊടിയാണ്. വറുത്ത മാവ്, ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. അതൊരല്പം വെള്ളത്തിൽ നല്ലപോലെ കട്ടയില്ലാതെ കലക്കിയെടുത്ത് അത് ചേർത്ത് കൊടുക്കുക. ചേർത്ത ഉടനെ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ കട്ടിയായി പോവും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി മാവ് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ശർക്കരയും അരിപ്പൊടിയും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനാണ് നമ്മളതിൽ അരിപ്പൊടി ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് പ്രത്യേക വേറൊരു ടേസ്റ്റായിരിക്കും. ഈ കറിയെ നമ്മൾക്ക് വേണമെങ്കിൽ പുളിശ്ശേരി എന്ന് പറയാം. മോരില്ലാത്ത പുളിശ്ശേരിയാണ്. ഇതിലേക്ക് ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള പുളി ഞാൻ ഈ തേങ്ങയുടെ കൂടെ അരച്ചാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിഞ്ഞ് ചേർക്കാം. പിഴിഞ്ഞ് ചേർക്കുമ്പോൾ വെള്ളം ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രൈ പാനിൽ ഒതുങ്ങാത്തത് കൊണ്ട് ഞാൻ അത് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി തിളയ്ക്കുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാം. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയായതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൊച്ചു വീഡിയോകളുമായി വീണ്ടും കാണുന്നത് വരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.